നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം നിയന്ത്രിക്കുന്ന കമാൻഡ് മുഖം തകർന്ന പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിൽ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ചേർപ്പ് കമാൻഡോ മുഖത്തെ അപകടാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം നിയന്ത്രിക്കുന്ന കമാൻഡ് മുഖം തകർന്ന പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാല മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ താൻ ഒരു യോഗം നടത്താൻ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ബണ്ടുകൾ ചെടിവെച്ച് നിർമ്മിക്കുന്നത് വൻ അഴിമതിയാണ്. കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. കമാൻഡ് മുഖത്ത് സ്ഥിരം റെഗുലേറ്റർ നിർമ്മിക്കാൻ ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ MP ഫണ്ടിൽ നിന്നും നൽകാൻ തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ ബണ്ട് ചെളിവെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ വയ്ക്കുന്നത് കൊണ്ട് ദോഷം കൂടുമോ അതോ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു? അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം. തൊട്ട് മേലെയുള്ള ഒരു സ്പില്ലാണ്, സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഈ വിഷയത്തിൽ. പ്രതിഷേധത്തിൽ കാര്യമില്ല. ഇപ്പം ശ്രീ മുകുന്ദൻ ഇവിടെ വന്നു. അദ്ദേഹത്തെ നമ്മൾ പിണക്കി അയക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ സമ്മർദ്ദം ചെലുത്തണം. അതായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രഷർ. അല്ലാതെ ഇവിടെ നിന്ന് പായിച്ച് കളയുകയല്ല, ഉപദേശിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ വേണം, നമുക്ക് കാര്യം നടക്കണ്ടേ. പിടിച്ചിരുത്തിപ്പോയില്ലേ? ചിത്രത്തിൽ കൂടുന്നതിലൊക്കെയാണ് കമാൻഡ് മുഖത്തു നിന്നും അടങ്ങിയ മന്ത്രി ചേർപ്പ് JB സ്കൂൾ, ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, AR അജുഘോഷ്, യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം P. ഗോപിനാഥ്, ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ ചേന്ദനാഥ് തുടങ്ങിയവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിൽ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ചേർപ്പ് കമാൻഡോ മുഖത്തെ അപകടാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം.
സ്റ്റേഷന് മുൻപിലെ കനത്ത പോലീസ് സന്നാഹത്തെ മറികടന്ന പ്രവർത്തകർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ഉപരോധത്തിന് ശേഷം ഉദ്യോഗസ്ഥർ കമാൻഡ് മുഖത്ത് പണി ആരംഭിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് നേതാക്കൾ സമരം അവസാനിപ്പിച്ചത്. സമരത്തിന് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ എം സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ച ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ വന്ന് ഇന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായി ഹെർബർട്ട് കനാലിലേക്ക് കടന്നു വരുന്ന കമാൻഡ് മുഖം എന്ന ബണ്ട് പൊട്ടിയിട്ട് 3 ദിവസമായിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ കടന്നു വന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന ഇന്നിവിടെ ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥയെ ഉപരോധിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തിയത്. ജില്ലാ വൈസ് ചെയർമാൻ CK വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു. ശക്തമായിട്ടുള്ള കാലവർഷം ഇല്ലാതെ പോലും ഇത്രത്തോളം കുടുംബങ്ങൾ മാറി താമസിച്ചത് കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന കമാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്ന ഷട്ടർ തകർന്നു പോവുകയും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളെ സംബന്ധിച്ച് MLA ഉൾപ്പെടെയുള്ള ആളുകൾ യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകൾ വീതമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായിട്ട് തടയണം നിർമ്മിക്കുകയുണ്ടായി. ആ താൽക്കാലിക തടയണം നിർമ്മിച്ചപ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾ അവിടെ പറഞ്ഞു, വെറും ഒരു ചാലിൽ കെട്ടുന്ന തടയണ പോലെ തന്നെ അവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ആ തടയണ ഈ വർഷം കാലവർഷം ശക്തമായപ്പോൾ ഈ തടയണ തള്ളിപ്പോവുകയും അവിടെ നിന്ന് വെള്ളം കടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ KLDC കനാലുകളിലുള്ള കുളവാഴ ചണ്ടി വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടാണ് പല കുടുംബങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥ വന്നത്. മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇത്രത്തോളം പഞ്ചായത്തുകളിൽ ഇത്രത്തോളം ഭീതികരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്തിൽ ഇത്രത്തോളം അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുള്ള കനത്ത അവസ്ഥ മൂലമാണ് ഞങ്ങൾ ഇന്ന് ഈ മൈനർ ഇറിഗേഷൻ്റെ കീഴിലുള്ള ഏരിയയെ നമ്മൾ ഉപരോധിക്കുകയും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിദ്യ രമേശ്, ധനിയ സുനിൽ, P സന്ദീപ്, സുജിത്ത് തേറമ്പത്ത്, PH ഉമ്മർ, ഫൈസൽ പടിഞ്ഞാട്ടുമുറി, അഭിഷേക് ആറ്റുപുറത്ത്, മണികണ്ഠൻ പെരുമ്പിള്ളിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃക ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പല ഏജിലുള്ള ആളുകളാണ്, പക്ഷെ എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത്. പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഓരോ പരിപാടിയിലും ഇവിടെ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ യോഗ പരിപാടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വളരെ പ്രായം ചെന്ന ഒരമ്മ ഇവിടെ ഉണ്ടായിരുന്നു യോഗ ക്ലാസിൻ്റെ സമയത്ത്. ആ അമ്മയെ ഞാനിപ്പോൾ ഓർക്കാണ് നമ്മളോട് കൂടെ പിയ അമ്മ. പക്ഷേ ഈ അവസരത്തിൽ ഇവിടെ വന്നപ്പോൾ യോഗ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ അമ്മയാണ്. അത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി യോഗ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. ആദ്യകാലങ്ങളിലൊക്കെ യോഗ എന്ന് പറഞ്ഞു കേട്ടാലും അധികം ആളുകളൊന്നും നമുക്കറിയാം ഇതിലേക്ക് വരാനായിട്ട് മടി കാണിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യോഗ നമ്മുടെ സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മെന്റലി ഫിറ്റ്നസും ഫിസിക്കലി ഫിറ്റ്നസിനൊക്കെ വേണ്ടി യോഗയിൽ പങ്കെടുക്കുക, യോഗ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം അഭ്യസിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സൗഹാർദ്ദപരമായ ഒരു കൂട്ടുകെട്ട് നിങ്ങൾക്കെല്ലാം പാർലം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ പാർലം പഞ്ചായത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം പുലർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും പല ഭാഗത്തു നിന്നും പല വാർഡുകളിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ പരിപാടിയിലേക്ക് അണിഞ്ഞു നിന്ന് വരുന്നത് കണ്ടപ്പോൾ നിങ്ങളെ ഒരു സൗഹാർദ്ദ കൂട്ടായ്മ തന്നെ നമ്മുടെ പാർലം പഞ്ചായത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർമ്മ വളരെ സന്തോഷം തോന്നി. സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോൾ, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VN കവിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, നാഷണൽ ഹെൽത്ത് മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CV സോണി, യോഗ ഇൻസ്ട്രക്ടർ KK ബിജോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KK രാജേഷ് എന്നിവർ സംസാരിച്ചു. യോഗ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും മാസ് യോഗ പ്രദർശനവും യോഗാസന ഡാൻസും ഉണ്ടായിരുന്നു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റ് നിർവഹിച്ചു.
പള്ളിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി രാവിലെ ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്നും 50 വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിയേറ്റിനുള്ള പതാക പള്ളിയിലെത്തിച്ചത്. തുടർന്ന് ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റ് നിർവഹിച്ചു. തിരുനാളിന്റെ ഭാഗമായി 9 വ്യാഴാഴ്ചകളിൽ നടക്കുന്ന നവനാളാചരണം പുരോഗമിക്കുകയാണ്. 28, 29 ദിവസങ്ങളിലാണ് ഊട്ടുതിരുനാൾ. 28-ന് പോൾ നാമധാരികളുടെ സംഗമം ഫാദർ പോൾ പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ദിനമായ 29 രാവിലെ 6:15 ദിവ്യബലി, 10 ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവയുണ്ടാകും. ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഭക്ഷണ ആശീർവാദവും നേർച്ച ഊട്ടുവിതരണവും നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ നിക്സൺ കോലഞ്ചേരി, ലിബിൻ വിൻസെന്റ്, റാഫി ഏനോക്കാരൻ, അനൂപ് അക്കര എന്നിവർ അറിയിച്ചു. ഈ വർഷത്തെ വിശുദ്ധ പൗലോസ്ലീഹായുടെ മധ്യസ്ഥ നേർച്ച കൊണ്ടു നമ്മൾ ജൂൺ 21 തീയതിയാണ് നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് മെയ് 1 മുതൽ നവവാരം, അതായത് വ്യാഴാഴ്ചകളിലാണ് വിശുദ്ധ പൗലോസ്ലീഹാനെ അനുസ്മരിച്ചിട്ട് തേക്കാഴ്ചയ്ക്ക് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതുകൊണ്ട് തന്നെ മെയ് 1 മുതൽ തുടർച്ചയായിട്ടുള്ള 9 വ്യാഴാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയോട് കൂടിയിട്ട് നമ്മൾ ഈ വർഷത്തെ കൂട്ടുതിരുന്നാളിന് ആരംഭം കുറിച്ചു. ചേർപ്പ് ശ്രീ ശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ വായനാ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക രാഗി എഴുത്തച്ഛന്റെ പ്രതിമയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പോസ്റ്റർ നിർമ്മാണവും നടത്തി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. മുൻ പഞ്ചായത്ത് സെക്രട്ടറി TV ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് ദിനാചരണ സന്ദേശം നൽകി. TV ശിവദാസൻ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീകല, ALP സ്കൂൾ പ്രധാനാധ്യാപിക ഷെജി, ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂൾ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും സമാദരണ ചടങ്ങും സംഘടിപ്പിച്ചു. CNN GHS അധ്യാപകൻ ശ്രീജിത്ത് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ അവാർഡിന് അർഹനായ CNN GHS അധ്യാപകൻ ശ്രീജിത്ത് മൂത്തേടത്തിനെ ചടങ്ങിൽ പ്രിൻസിപ്പൽ KB അജോഷ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. എഴുത്തുകാരൻ ജോയി വടക്കുംപാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കലാസാഹിത്യവേദി കോർഡിനേറ്റർ രഞ്ജിനി ശർമ്മ, NSS പ്രോഗ്രാം ഓഫീസർ PS സന്ധ്യ, സൗഹൃദ കോർഡിനേറ്റർ KS ശ്രീതി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അത് ശ്രീയുക്ത മാഷിയുടെ CNN-ലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അഭിമാനം കൊണ്ട് നിറഞ്ഞ നിമിഷം. 2018 ശ്രീയുക്ത മാഷി വിദ്യാലയത്തിലെ ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബോയ്സ് ഹൈസ്കൂളിലാണ് ആ സമയത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. 2015 തുടങ്ങിയിട്ട് നമ്മുടെ ഗേൾസിലേക്ക് ഞങ്ങൾ കുറച്ച് പേര് ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. ഒരുമിച്ച് തന്നെയാണ് പോയത്. ഞാൻ ആദ്യം തൊട്ടിട്ട് പിന്നെ ഇവിടെ ശ്രീയുക്ത മാഷ് വരെയാണ്. നിരവധി വർഷങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്നത് പരിചയം സൗഹൃദമാണ്. ആദ്യത്തെ പുസ്തകം 2011 ജാലകങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ജാലകങ്ങളാണ്. നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് നമ്മുടെ എല്ലാ അധ്യാപകരുടെയും പ്രേരണയുടെയും പിന്തുണയുടെയും ആത്മവിശ്വാസം കൊടുത്തതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപമായിരുന്നു അന്ന് ജാലകങ്ങൾ പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ബാലചന്ദ്രൻ വടക്കേടത്ത് പ്രകാശനം ചെയ്തു. അതിന് കാരണം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന വായന നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. വായന മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊരു മൂലധനവും എനിക്ക് ഉള്ളതായിട്ട് എനിക്കറിയാം. വായനയിലൂടെ കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അക്ഷരങ്ങളിലൂടെ പകർത്തി വെച്ചത്, വിലാസം പകർത്തി വെച്ചത്. വായന എന്ന് പറയുന്നത് പുസ്തക വായന മാത്രമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കിട്ടിയ അവാർഡ് കിട്ടിയ ബാലസാഹിത്യ കൃതിയാണെങ്കിൽ ചുറ്റുപാടുകൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുസ്തക വായനയോടെ ലഭിച്ച പ്രയോജനങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അതിനേക്കാൾ ചുറ്റുപാടുകളെ വായിച്ചത്.
ഊരകം LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വാർഡ് മെമ്പർ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. പ്രസാദം ഗ്രന്ഥശാല പ്രസിഡന്റ് കലേഷ് മുഖ്യാതിഥിയായിരുന്നു. രാകേഷ് ഉണ്ണിയാംപുറം, പ്രധാനാധ്യാപിക ജിനി, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പോസ്റ്റർ നിർമ്മാണം, കവിതാ മത്സരം, കഥാമത്സരം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ദേശീയ വായനാ ദിനാചരണം നടത്തി. പരിപാടിയോടനുബന്ധിച്ച് തുഞ്ചൻ സ്മൃതി മണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. പ്രിൻസിപ്പാൾ KB അജോഷ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യവേദി കോർഡിനേറ്റർ രഞ്ജിനി ശർമ്മ, VN മീന, PS സന്ധ്യ, TM മഞ്ജു, C ശരണ്യ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. കവി PS സുനിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് KS ബിജി, K ശ്രീലത, അധ്യാപകരായ സുധീർ രാമചന്ദ്രൻ, PS സുരേഷ്, സെലസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി കാവ്യാലാപനം, സ്കിറ്റ്, പുസ്തക പരിചയം, ക്വിസ്, കവിതാ ദൃശ്യാവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ നടത്തി. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ ഒരു ഭാരതീയൻ PN പണിക്കർ എന്ന മഹാനുഭാവൻ്റെ സ്മരണകളും ചിന്തകളും ഓർത്തെടുക്കാനും അതിനെക്കുറിച്ച് നമ്മളെല്ലാം അറിയുന്നത് നിങ്ങൾക്ക് പകർന്നു തരാനും കൂടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ ദിവസവും പോയ വർഷങ്ങളിലെല്ലാം വായനാ ദിനങ്ങളിൽ നടത്താറുള്ള പ്രഭാഷണങ്ങളിലൂടെ PN പണിക്കർ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയുമായിരിക്കാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശത്തിലൂടെ കേരളീയ സംസ്കാരത്തിന് ഒരു ദിശാബോധം നൽകിയ മഹാനാണ് PN പണിക്കരെന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും. നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എല്ലാവർക്കും എഴുത്തും വായനയും അക്ഷരങ്ങളുമൊന്നും ലഭ്യമല്ലായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ എഴുത്തും വായനയും താഴേക്കിടയിലുള്ളവർക്ക് നിഷിദ്ധമായിരുന്ന ഒരു കാലത്ത് അവരെ എഴുത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, വായനയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മഹാനുഭാവനാണ് PN പണിക്കർ. അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 3ാം റാങ്ക് നേടിയ കൃഷ്ണനിധിയെ കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ മെമന്റോ സമ്മാനിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, നേതാക്കളായ നൌഷാദ് കൊട്ടിലിങ്ങൽ, KPR പ്രദീപ്, KP നിർമ്മലൻ, ES ഹുസൈൻ, KPR സതീശൻ, ലത്തീഫ് കെട്ടുമൽ, MK അബ്ദുൾ നാസർ എന്നിവർ സംസാരിച്ചു. ചേറ്റുവ കണ്ടങ്ങത്ത് നിധി മിനി ദമ്പതികളുടെ മകളാണ് കൃഷ്ണനിധി. കുട്ടികൾക്കിടയിൽ ഉന്നതമായ കേരളത്തിലെ കുട്ടികളിൽ 3ാം റാങ്ക് എത്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അത് വലിയ 2-3 തവണ വലിയ സ്ഥാപനങ്ങളിൽ പോയി ബുദ്ധിമുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്കിടയിൽ നിന്നും കൂടിയാണ് കൃഷ്ണ ഈ ഒരു വിജയത്തിലെത്തിയത്. വലിയ സന്തോഷം. പക്ഷെ അത് പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് എല്ലാവർക്കും അടുപ്പമുള്ള ഒരു കുടുംബത്തിലെ മോള് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മോളെ അനുമോദിക്കാൻ വേണ്ടി നേരിട്ട് വരാമെന്ന് പറഞ്ഞത്. പഴുവിൽ 126ാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നു. സമാപന സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 വൈകിട്ട് 4 പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് എന്നിവർ പങ്കെടുക്കും. ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം, ഡയറക്ടർമാരായ ഉല്ലാസ് കണ്ണോളി, CA ശങ്കരൻ, സെക്രട്ടറി ഇൻചാർജ് TA റോബർട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കരുവന്നൂർ പുഴയിൽ നിന്നുള്ള വെള്ളം നിയന്ത്രിക്കുന്ന കമാൻഡ് മുഖം തകർന്ന പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിൽ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ചേർപ്പ് കമാൻഡോ മുഖത്തെ അപകടാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പാറളം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃക ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.